കോഴിക്കോട് മൈക്കാവ് പോലീസിനെ കണ്ട കയ്യിലുണ്ടായിരുന്ന MDMA പൊതി വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശി ഇയാടൻ ഷാനിദാണ് മരിച്ചത്. എൻഡോസ്കോപ്പി പരിശോധനയിൽ വയറ്റിൽ വെളുത്ത തരികളടങ്ങിയ കവറുകൾ കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, MDMA പൊതി വിഴുങ്ങിയ യുവാവാണ് ഇപ്പോൾ യുവാവിന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും വൃന്ദ, ഇന്നലെ വൈകിട്ടാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പരിശോധനയ്ക്കിടയിലാണ് പ്രതി കയ്യിലുണ്ടായിരുന്ന 2 പൊതി MDMA വിഴുങ്ങുന്നത്. പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. അതായത് MDMA ആണ് പ്രതി വിഴുങ്ങിയിട്ടുള്ളത്. പിന്നീട് നടത്തിയ എൻഡോസ്കോപ്പി പരിശോധനയിൽ വയറ്റിൽ വെളുത്ത തരികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇത് MDMA തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. കാരണം ഈ പരിശോധന നടത്തുന്നതിനിടെ തന്നെയാണ് ഈ പ്രതി ഈ MDMA 2 പൊതികളാണ് പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നത്. ഒരു പ്ലാസ്റ്റിക് കവറിലായിരുന്നു ഇത്. പ്രതി വിഴുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് പ്രതിക്ക് യാതൊരു ദേഹാസ്വാസ്ഥ്യവും ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് കേസെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് എൻഡോസ്കോപ്പി പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ പോലീസ് മറ്റ് സർജറി പോലുള്ള സർജറിക്ക് നിർദ്ദേശം നൽകുകയും പിന്നീട് ഡോക്ടർമാർ തന്നെയാണ് സർജറിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങുന്ന നടപടികൾക്കെല്ലാം ഡോക്ടർമാർ മുതിരുന്നത്. കൂടാതെ ഇന്ന് അല്പനേരം മുൻപാണ് ഈ പ്രതി മരിച്ചതായ വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും പ്രതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇനി അല്പസമയത്തിനകം തന്നെ പ്രതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഇതിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്ത് കാരണം കൊണ്ടാണ് പ്രതി മരിച്ചത്. നിലവിലെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് MDMA ഉണ്ടായിരുന്ന ഈ പൊതി പൊട്ടിയാണ് ഈ പ്രതി മരിക്കാനുണ്ടായ സാഹചര്യം എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ വൃന്ദ.